അടുത്തത് നമ്മുടെ ടേക്ക് ഓഫ് നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയാസും വോളിയും ഒബ്ജക്ട്സ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ ഫ്ലോർ പ്ലാനുള്ളത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നുള്ള ഈ വർക്ക് ബുക്കിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ക്വാണ്ടിറ്റി 1 അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, WBS നെയിം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സബ് കോൺട്രാക്ടർ കോസ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മുടെ ഉണ്ടാവും. ടൈം ഉണ്ടാവും, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, ക്വാണ്ടിറ്റി ടു മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വാല്യൂസ് എന്തൊക്കെ ഉണ്ടോ ആ ഒരു വാല്യൂസ് കംപ്ലീറ്റ് നമുക്കിതിൽ അവൈലബിൾ ആവും. സോ നമുക്കിതിൽ കാണാം ടോട്ടൽ കോസ്റ്റൊക്കെ എത്രയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഡോഴ്സിൻ്റെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഡോഴ്സ്, വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇതിൽ നമ്മൾ 3 ഡോഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡോഴ്സ് വിൻഡോസിൽ 3 ഡോഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഡോറും തീർക്കാനായിട്ട് ഓരോ യൂണിറ്റ് ലേബർ അവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 3 ഡോറിൻ്റെ വർക്ക് തീരാനായിട്ട് 3 ദിവസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോറിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്, ഡോർ തീർക്കാനുള്ള ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡോറിന് 1000 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡോറിന് 1000 രൂപ വെച്ചിട്ട് 3 ഡോറിന് 3000 രൂപ. അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡോറിന് 1500 രൂപയാണ്. ഒരു ഡോറിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 1500 രൂപയാണ്. അങ്ങനെ 3 ഡോർ നോക്കുമ്പോൾ 1500 × 3 4500. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് 4500ഉം ലേബർ കോസ്റ്റ് 3000 ആണ് ഒരു ഡോറിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. 3 ഡോറിൻ്റെ കോസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് എല്ലാം കൂടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഡോറിൻ്റെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് 7500 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഒരു റിപ്പോർട്ടാക്കി കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഒരു PDF ഫയലായിട്ടോ വർക്ക് ബുക്കായിട്ടോ അല്ലെങ്കിൽ എക്സൽ ഷീറ്റായിട്ടോ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ടാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പിൽ റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ പോവുക, അടിയിൽ കസ്റ്റം റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കസ്റ്റം റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും വരിക. അതിൽ നമുക്ക് നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഹെഡറിൽ എന്ത് നെയിമാണ് നമുക്ക് വേണ്ടത് ആ ഒരു നെയിം വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ റിപ്പോർട്ട് ടൈപ്പിൽ സമ്മറി വേണം, ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് ഒബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സമ്മറിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടില്ല. ജസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, അത്ര കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വരിക. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലെവൽ ഓഫ് ഹൈറാർക്കി എന്നുള്ളൊരു കാര്യം, 0, all, 1 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒബ്ജക്റ്റ് അത് എത്ര എണ്ണം വേണമെന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഓളാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ, ഇപ്പോൾ ബെഡ്, ബാത്തിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ഡോർസ് ആൻഡ് വിൻഡോസ്, ലീനിയർ ടേക്ക് ഓഫ്, അതായത് ബോളിൻ്റെ ടേക്ക് ഓഫ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതിൻ്റെയൊക്കെ എസ്റ്റിമേറ്റ് വേണമെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ സെലക്റ്റഡ് എന്നുള്ള ടാബിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണുള്ളത് അത്ര ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് റിപ്പോർട്ടായി വരിക. ഓക്കെ, നെക്സ്റ്റ് ജനറൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളംസിൽ അവൈലബിൾ കോസ്റ്റ് ഡാറ്റ ഉണ്ട്, ജനറൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡൈമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എക്യുപ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലേബർ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ്, ക്വാണ്ടിറ്റി 1, ക്വാണ്ടിറ്റി 2, അതുപോലെ ടൈം, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സെലക്ട് ചെയ്യുക, റൈറ്റിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ജനറൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇടാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡൈമെൻഷൻസിൽ നമ്മൾ ഏരിയ കൊടുത്തിട്ടുണ്ട്, കൗണ്ട്, ഹൈറ്റ്, ലെങ്ത്ത്, തിക്നെസ്, വോളിയം, പെരിമീറ്റർ എന്നുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂ സെലക്ട് ചെയ്യുക, റൈറ്റിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ലേഔട്ടിൽ ഇൻക്ലൂഡ് പേജ് ബ്രേക്സ് ആഫ്റ്റർ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പ് കഴിയുമ്പോഴും ഇപ്പോൾ ഗ്രൂപ്പ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ഉണ്ട്, ഡോർസ് ആൻഡ് വിൻഡോസ് ഉണ്ട്, ഏരിയ ഉണ്ട്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും ഗ്യാപ്സ് വിടണോ അല്ലെങ്കിൽ പേജ് ബ്രേക്സ് വിടണോ, നെക്സ്റ്റ് പേജിലേക്ക് അത് കൺവേർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ വേർഡിൽ അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ എങ്ങനെയാണോ ചെയ്യണത് ആ ഒരു ഫോർമാറ്റ്. ഇപ്പോൾ ഒരുപാട് പേജസ് ഉണ്ടെങ്കിൽ പേജസിന് നമ്പേഴ്സ് ഇടണോ അല്ലെങ്കിൽ ഗ്രിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യണോ, അതിൻ്റെ കോളംസ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓറിയൻറ്റേഷനിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ അല്ലെങ്കിൽ പോർട്രേറ്റ് ആയിട്ട് വേണോ എന്നുള്ള ഓപ്ഷൻ.
അത് ആവശ്യങ്ങൾ നമ്മുടെ റിക്വയർമെൻറ്റ് പോലെ ചൂസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ ഹെഡറിൽ നമുക്ക് കമ്പനിയുടെ നെയിം വേണം, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ നെയിം വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡറിൽ വേണമെങ്കിൽ പേജ് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം, ഇൻസേർട്ട് ഗ്രാഫിക്, ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനീ ഓട്ടോഡെസ്ക് റിവിറ്റ് എന്നുള്ളൊരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓട്ടോഡെസ്ക് റിവിറ്റ് എന്നുള്ള ഇമേജ് ഞാൻ കൊടുത്തു, ഓപ്പൺ അടിച്ചു. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഹെഡറായിട്ട് വരിക. അതുപോലെ നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിലാണോ വർക്ക് ചെയ്യണത്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഒരു PNG ഇമേജ് ലോഗോ നമുക്ക് ഹെഡറാക്കി ഇടാം. അതുപോലെ തന്നെ ഫൂട്ടറിൽ എന്താണ് നമുക്ക് വേണ്ടത്, ഗ്രാഫിക്കായിട്ട് ഇടാം, അല്ലെങ്കിൽ ഡേറ്റ് ഇടാം, ഓതർ ആരാണ്, അല്ലെങ്കിൽ കമ്പനി നെയിം എന്താണ്, അല്ലെങ്കിൽ പേജ് നമ്പർ ആയിട്ട് ഇടാം. നമ്മുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് റിപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ കമ്പ്യൂട്ടാക്കി നമുക്കൊരു റിപ്പോർട്ട് ഫോർമാറ്റിൽ അത് വരും. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ലോഗോ ഹെഡറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഓട്ടോഡെസ്ക് റിവിറ്റ് എന്നുള്ളൊരു ലോഗോ നമ്മുടെ കയ്യിൽ വന്നു. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പേജ് ബ്രേക്ക് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ, ഫൂട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനിയൊരു റിപ്പോർട്ടാക്കി എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു റൂട്ട് ഫയൽ, ഒരു പാത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാം, Excel ഫയലായിട്ട് സേവ് ചെയ്യാം, ഡോക്യുമെൻറ്റ് വേർഡ് ഫയലായിട്ട് സേവ് ചെയ്യാം, അതുപോലെ തന്നെ നോട്ട് പാഡിൽ സേവ് ചെയ്യാം. ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഞാനൊരു PDF ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഹൗസ് പ്രൊജക്റ്റ് എന്നുള്ളൊരു PDF. അതിൽ ഞാൻ ഈ ഒരു റിപ്പോർട്ടിനെ സേവ് ചെയ്യാണ്. എക്സ്പ്ലോർട്ട് കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. നമുക്കിനി റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഹൗസ് പ്രൊജക്റ്റ് എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഞാൻ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു ഹൗസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കോസ്റ്റൊന്നും കറക്റ്റായിട്ടായിരിക്കില്ല നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ടോട്ടൽ കോസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആവുക. ഇപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട്. പക്ഷേ എക്യുപ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് 0.00 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ലേബർ കോസ്റ്റിൽ യൂണിറ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട് 1000 ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് 3000 ഉണ്ട്, ക്വാണ്ടിറ്റി 1 ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ്, ക്വാണ്ടിറ്റി ടു ടൈം, അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ലെങ്ത് എത്രയാണ്, വോളിയം എത്രയാണ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ഓട്ടോഡെസ്ക് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ മാനുവൽ ടേക്ക് ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ. നമുക്ക് 2D പ്ലാൻ അല്ലെങ്കിൽ 2D ഇമേജസിൻ്റെ PDF ഫയൽ, JPG അതുപോലുള്ള 2D ഇമേജസ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ.